ദേവികുളം താലൂക്കിലും വലിയ രീതിയിലുള്ള മഴ ഇപ്പോൾ പെയ്തിറങ്ങുകയാണ്. ഇപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുന്നൊരു സാഹചര്യം. ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചതും ദേവികുളം താലൂക്കിലാണെന്ന് അറിയാൻ കഴിയുന്നു. ജില്ലയിൽ ഇപ്പോഴും ശക്തമായ ഒരു മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. ഇന്നലെ രാത്രിയിൽ പലയിടത്തും മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നലെ ദേശീയപാത 85 വിവിധയിടങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വിശദാംശങ്ങളുമായി അഖിൽ ചേർന്ന്. അഖിൽ, ദേവികുളം താലൂക്കിലും വലിയ രീതിയിലുള്ള മഴ ഇപ്പോഴും തുടരുകയാണ്. വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. നിതിൻ സൂചിപ്പിച്ചത് തന്നെ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ദേവികുളം താലൂക്കിൽ പരക്കെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ രാത്രി മുതൽ പലയിടങ്ങളിലും ശക്തമായ മഴ പെയ്തു. അതുപോലെ തന്നെ ശക്തമായ കാറ്റ് പലയിടങ്ങളിലും വീശുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ദേശീയപാത 85 പ്രധാനമായും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ദേശീയപാതയിൽ പലയിടങ്ങളിൽ മരം വീണും നേരിതോതിൽ മണ്ണിടിഞ്ഞും ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. നേരിമംഗലം വനമേഖലയിൽ റാണിക്കലിന് സമീപം, അതുപോലെ ഇരുട്ടുകാനം ഈ മേഖലയിലൊക്കെ ഈ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. തുടർന്ന് അഗ്നിരക്ഷാ സേന എത്തി ഈ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അതുപോലെ തന്നെ മൂന്നാർ മറയൂർ റൂട്ടിലും മൂന്നാർ വട്ടവട റൂട്ടിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ദേശീയപാതയിൽ തന്നെ കരടിപ്പാറ ഭാഗത്ത് റോഡ് മണ്ണിടിച്ചിൽ ഭീഷണി തുടർന്ന് അപകടാവസ്ഥയിലായിട്ടുണ്ട്. ആ മേഖലയിൽ ഇന്നലെ മുതൽ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. ചെറു വാഹനങ്ങളൊക്കെ കഷ്ടിച്ച വഴി കടന്നു പോകുന്നുള്ളൂ. മറ്റ് ഒട്ടുമിക്ക വാഹനങ്ങളും ആനച്ചാൽ വഴി, അതായത് ഇരുട്ടുകാനം ആനച്ചാൽ 2ാമത് വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. മറ്റു കാര്യം, പുഴകളിലും അണക്കെട്ടുകളിലുമൊക്കെ പുഴകളിലും തോടുകളിലുമൊക്കെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. ഇന്നലെ ഷട്ടറുകൾ ഉയർത്തിയിരുന്നു. ഇന്ന് ഷട്ടർ ഉയർത്തിയതിന്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ട്. മറ്റണക്കെട്ടുകളിലേക്കും നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. പരക്കെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. മറ്റു രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടങ്ങളിലേക്ക് പോയില്ലെങ്കിലും ഈ ദേശീയപാതയിലാണ് ഇത്തരത്തിലൊരു അപകട സാധ്യത നിലനിൽക്കുന്നത്. നമുക്കറിയാം, ദേശീയപാതയിൽ നവീകരണ ജോലികൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ പലയിടത്തും മണ്ണ് നീക്കിയിട്ടുണ്ട്. ഈ മണ്ണ് നീക്കിയ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പല വീടുകളും അപകടാവസ്ഥയിലിട്ടുണ്ട്. മഴ ഇതേ രീതിയിൽ ശക്തമായി തുറന്നാൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഭാഗങ്ങളിൽ മണ്ണിടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാദേശിക ഭരണകൂടങ്ങളടക്കം ഈ മഴ മുന്നറിയിപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ കടുത്ത ജാഗ്രത പുലർത്തി പോരുന്നുണ്ട്. പിന്നെ പല ഉൾമേഖലകളിലും വൈദ്യുതി ബന്ധം താറുമാറായിട്ടുണ്ട്. മരങ്ങൾ വീണും മാങ്കുളം അടക്കമുള്ള മേഖലകളിൽ വൈദ്യുതിയില്ല. അതുപോലെ തന്നെ പലയിടങ്ങളിലും ഈ മൊബൈൽ റേഞ്ച് കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങൾ ജാഗ്രത പുലർത്തുന്നുണ്ട്. മറ്റ് വീട് തകരുക അത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങൾ നിലവിലെവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ മഴ ഈ രീതിയിൽ തുടരുമോ, മഴ ശക്തി പ്രാപിക്കുമെന്നൊരു ആശങ്കയുണ്ട്. അറിയാം, ദിവസങ്ങൾക്ക് മുമ്പ് ഗ്യാപ്പ് റോഡ് അടക്കം നേരിയ തോതിലെങ്കിലും മണ്ണിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പ്രാദേശിക ഭരണകൂടങ്ങൾ ജാഗ്രത പുലർത്തുന്നു. ഇപ്പോഴും പരക്കെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പരക്കെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം തന്നെ അഖിൽ, മൂന്നാർ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഒപ്പം തന്നെ എല്ലാ ദിവസങ്ങളിലും ഇപ്പോൾ അവധി ദിവസങ്ങളായതിനാൽ തന്നെ വലിയ രീതിയിലുള്ള സഞ്ചാരികളുടെ ഒരു ഒഴുക്ക് മൂന്നാറിലേക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ ശക്തമായ സാഹചര്യത്തിൽ സഞ്ചാരികളുടെ വരവിൽ കുറവുണ്ടായിട്ടുണ്ടോ? നിതിൻ, ഇന്നത്തെ മൂന്നാറിലേക്ക് സഞ്ചാരികൾ ആരും തന്നെ എത്തുന്നില്ല. ഇന്നത്തെ വിരലിലെണ്ണാവുന്ന സഞ്ചാരികൾ മാത്രമേ എത്തുന്നുള്ളൂ. ഇപ്പൊ ഈ നമുക്കറിയാം, കാലവർഷം സാധാരണയും എത്തുന്നതിനേക്കാൾ കുറച്ചധികം ദിവസം മുമ്പേ മഴ ശക്തമായിട്ടുണ്ട്. അത് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ തിരിച്ചടി സമ്മാനിച്ചിട്ടുണ്ട്. ഈ മഴ മുന്നറിയിപ്പിന്റെ ഒരു സാഹചര്യത്തിൽ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കയാക്കിങ്, കുട്ടവഞ്ചി സഫാരി, ബോട്ടിങ്, അതുപോലെ ട്രക്കിംഗ് അടക്കമുള്ള വിനോദോപാധികൾക്ക് നിയന്ത്രണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അല്പം വിനോദസഞ്ചാരികൾ എത്തിയിരുന്നു. പക്ഷേ ഈ മഴ മുന്നറിയിപ്പും അതുപോലെ ഈ മലയിടിച്ചിലും മരം വീണ് ഗതാഗതമൊക്കെ ഉണ്ടായതുകൂടി വിനോദസഞ്ചാരികൾ കാര്യമായി എത്തുന്നില്ല. ഒട്ടുമിക്ക വിനോദസഞ്ചാരികളും ആളുവഴി കിടക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഖനന പ്രവർത്തനങ്ങൾക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദേശീയപാതയിൽ നടന്നു വരുന്ന മണ്ണ് നീക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. വിനോദസഞ്ചാര മേഖല ഈ കനത്ത മഴയിൽ പാടെ സ്തംഭിച്ചു എന്ന് വേണം പറയാനായിട്ട്. ശരിയെങ്കിൽ